ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിജുമിദാസ് കാസലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സിമ്പിളായിട്ട് 2 ബോട്ടിലായിട്ട് ഉണ്ടാലോ. എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചാക്ക് നൂല്, അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടി കൊണ്ടുവരുന്ന നൂലില്ലേ, അതോ വൂളൻ നൂല് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിതിവിടെ ജൂട്ട് റോപ്പും അതുപോലെ തന്നെ മാക്രമേഡ് നേരിയ റോപ്പും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കോളയുടെ ബോട്ടിലും ഇത് മാക്രമേയുടെ റോപ്പും പിന്നെ ജൂട്ട് റോപ്പും ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂലെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ എന്ത് നൂല് വെച്ചിട്ടും ചരട് വെച്ചിട്ടോ എങ്ങനെയും ചെയ്യാം. കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കൊച്ചു കുട്ടികൾക്കും ഉണ്ടാക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ പശയും ഏത് പശയും എടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ചിട്ട് ആദ്യത്തത് പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് താഴ്ന്നു പോകും. അറ്റം മുകളിലോട്ടേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വരുന്ന ചുറ്റുകൾ അതിൻ്റെ മേലെ വന്നോളും. അപ്പോൾ അത് ശരിക്കും ഉറച്ചു നിന്നോളും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവില്ല. ഒരു 2-3 ചുറ്റ് ഇതുപോലെ പശ ഇട്ട് ഒട്ടിക്കണം. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ ഒട്ടിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് പശ കൊടുത്താൽ മതി. ഇത് കാൽഭാഗം ഞാൻ ഈ ജൂട്ട് റോപ്പ് വെച്ചിട്ട് ചെയ്തു. അതിനപ്പുറത്ത് കോട്ടൺ നൂല്. നിങ്ങൾ വേറെ 2 തരം നൂല് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് മാക്രമയുടെ ഏറ്റവും നേരിയ റോപ്പാണ്. അതിൻ്റെ ചരട് വെച്ചിട്ടാണ് ചെയ്ത്. കാണാൻ നല്ല ഭംഗിയാണ്. ജൂട്ട് റോപ്പും ഇതുപോലെ വൈറ്റ് കോട്ടൺ നൂലും വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇത് മുകളിൽ വരെ അങ്ങനെ തന്നെ ചുറ്റി കൊടുക്കുക. ഇടയിൽ പശ ഇട്ട് കൊടുക്കുക. സമപ്രതലം വരുന്ന ഭാഗത്ത് പശ വേണമെന്നില്ല, കുറച്ച് പശ മതി. അതേസമയം ഇത് ചെരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഞാനിതേ പശ ഇട്ട് കൊടുത്തു. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് അടുപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഇത് കട്ടിയുള്ളൊരു പശയല്ലേ. സാധാ പശ ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ നീക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. നന്നായിട്ട് അടുത്തില്ല അത്രയും ഭാഗം. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ മറ്റേ പശ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 2 നൂലിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗത്ത് ഞാനൊരു ലേസ് കൂടി ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഗോൾഡ് ലേസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നി. അങ്ങനെ കുറച്ച് ലേസ് വൈറ്റൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇതാണ് കുറച്ച് കൂടുതൽ ഭംഗി തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് എല്ലാം നമുക്ക് എന്തും വെച്ചിട്ട് ചെയ്യാം. കല്ലോ അതിനിപ്പോൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, ലേസ് നൂല് തന്നെ വേറെ കളറ് അവിടെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. വെറുതെ വിട്ടാലും ഭംഗി തന്നെയാണ്. ഇതുപോലെ തന്നെ ജൂട്ട് റൂപ്പ് വെച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ കൂടി ചെയ്തിട്ടുണ്ട്, സോഡ ബോട്ടിൽ. അത് മൊത്തം ഒരേ റോപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് അത് ചെയ്തത്. അതിൻ്റെ നെക്കിൽ ഒരു ടൈ പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തുമ്പുകൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവില്ലേ, വേസ്റ്റ് പോലെ. അതൊക്കെ നമ്മളൊന്ന് ലൈറ്ററോ അല്ലെങ്കിൽ ചിമ്മിണിയോ എന്തെങ്കിലും തീ കാട്ടിയിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുത്താൽ അത് നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പൊടി വന്നിട്ട് നമുക്കൊരു തുമ്മൽ, അലർജി പോലെയൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ അത് ഒന്ന് അങ്ങനെ ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത ജൂട്ട് റോപ്പില്ലേ, ജൂട്ടല്ല മറ്റേ മാക്രമേ റോപ്പ്, അത് തന്നെയാണിത്. അത് കുറച്ചും കൂടി തിക്കായിട്ട് കട്ടിയുള്ളതാണിത്. അതിന് ഞാനൊരു നെക്കിലിങ്ങനെ കെട്ടിക്കൊടുത്തു, ടൈ പോലെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾക്ക് എന്തെങ്കിലും കുട്ടികളുടെ ഹെയർ ബാൻഡിലോ ഷൂസിലെയോ ബാഗിലോ ഒക്കെ വരുന്ന എന്തെങ്കിലും ക്ലിപ്പോ ഫ്ലവേഴ്സോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ എന്തിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇവിടെ കിടന്ന ഒന്നാണ്. അതിനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വരുന്നതൊക്കെ ഞാൻ ഒരു ബോട്ടിലിട്ട് വെക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് എടുത്തതാണ്. കല്ലോ മുത്തോ എന്ത് ഒട്ടിച്ചു കൊടുത്താലും ഭംഗിയായിരിക്കും. നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാ ഭംഗി തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എത്ര ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. കുട്ടികളൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽ, സാധാ വെള്ളത്തിൻ്റെ ബോട്ടിൽ, എന്ത് ബോട്ടിൽ നമ്മൾ
നമുക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി തോന്നുന്ന ബോട്ടിലായാൽ മതി. ഇത് ചുറ്റുമ്പോൾ പിന്നെ കാണാനൊന്നുമില്ലല്ലോ, പെയിൻറ്റ് പോലെ ഇളകിപ്പോവില്ല, കുറേ കാലം ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ മറ്റേ ബോട്ടിൽ എനിക്ക് നെക്കിൻ്റെ ഭാഗത്ത് എന്തോ ഒരു തോന്നി. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ജൂട്ട് നൂലിൻ്റെ റോപ്പിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഇതിലേക്കും എന്തോ ക്ലിപ്പെന്നോ ഇളകിപ്പോയ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നി. അത് ഞാൻ അങ്ങനെ അതിലേക്ക് ഒട്ടിച്ചില്ല, വേണമെങ്കിൽ ഊരിയെടുക്കാം, ആ തരത്തിലാണുള്ളത്. 2 തരത്തിൽ നമുക്ക് വെക്കാം. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഭംഗി തോന്നി. അപ്പോൾ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന, എന്ത് വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരെ. അസ്സലാമു അലൈക്കും.